ചെറിയ ദൂരം എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ടുള്ള ധൈര്യം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അതിനൊരു തീരുമാനം ഉണ്ടാകണം. ചെറിയ കടയായിട്ട് പോകുന്നതാണ്. ഇവിടെ പൊടി കാരണം വളരെ വിഷമമാണ്. കച്ചവടം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാ കടക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടവ് പഞ്ചായത്തിൽപ്പെട്ട എരുവാട്ടിൽ നിന്നാണ്. ജനത വായനശാല, ഏതാണ്ട് കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു വായനശാലയാണ്. ആ വായനശാലയുടെ സമീപത്ത് കുറേ നാട്ടുകാരോടൊപ്പം നിൽക്കുകയാണ്. തേർത്തല്ലിൽ നിന്നും മേരിഗിരി പള്ളി കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ നീലയിൽ വെള്ള അക്ഷരത്തിലെഴുതിയ ഒരു ബോർഡ് കാണാം. 2024 മാർച്ചിന് മുമ്പ് റോഡ് പണി തീർക്കുന്നതായിരിക്കും. 9 മാസത്തെ കാലയളവ്. ഏതാണ്ട് 7 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് നിർമ്മിക്കുന്നതെന്നൊക്കെയാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയതാണ്ട് 2 വർഷമായി. ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. മര്യാദയ്ക്ക് ഇതിലെ സഞ്ചരിച്ചിരുന്ന ആളുകളുടെ ദേഹത്തേക്ക് കല്ല് തെറിക്കാവുന്ന പാകത്തിൽ കരാറുകാരൻ കുറേ മിറ്റിൽ കൊണ്ട് റോഡിൽ ഇറക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ പറയുകയാണ്, ജലജീവൻ മിഷൻ എവിടുന്നോ വരാൻ തുടങ്ങിയിട്ടുണ്ട്, നടന്ന് ഇവിടെ എത്തുന്നതേ ഉള്ളൂ, എപ്പോൾ വരുമെന്നറിയില്ല, ജലജീവൻ മിഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി തുടങ്ങാമെന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പാട്ടുപെട്ടി മടക്കി കാസർഗോഡേക്ക് വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഉള്ള ബസ്സൊക്കെ സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഒരു ബസ്സിൻ്റെ ഓണർ കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രസ്ഥാനമൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടു. ബസ്സിൻ്റെ ടയർ കംപ്ലയിൻറ്റ്, തേയ്മാനം, അതിൻ്റെ സാധനങ്ങൾ കംപ്ലയിൻറ്റ്, വർക്ക്ഷോപ്പിൽ കയറ്റാൻ മാത്രമേ സമയമുള്ളൂ, അതുകൊണ്ട് ഇതിലെ ഓട്ടം അവസാനിപ്പിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഏക ആശ്രയം ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷയ്ക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ വന്ന് ചേട്ടൻ്റെ പേരെന്താണ് പറഞ്ഞത്? മാത്യു ചേട്ടൻ്റെ ഡിസ്ക് കംപ്ലയിൻ്റാണ്. 80 വയസ്സുള്ള മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ഡിസ്ക് കംപ്ലയിൻ്റുള്ള ഈ നടുവായിട്ട് ഈ ഓട്ടോറിക്ഷയിൽ തേർത്തല്ലി വരെ പോകണം. ഒരു 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ. പോകണമെങ്കിൽ പോകാൻ പറ്റുന്നില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു, അതൊക്കെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് അല്ലേ. എത്തിയാൽ എത്തി, തിരിച്ചെത്തിയാൽ എത്തി. അങ്ങനെയൊക്കെ പോകുന്ന കുറേ ആളുകൾ, കുറേ സാധാരണക്കാരായ ആളുകൾ. 80 വയസ്സ് പ്രായം എനിക്കുണ്ട്. ഇത് തുടങ്ങിയ കാലഘട്ടം മുതൽ ഇത് പണിയാനും മറ്റു കാര്യത്തിനും ഇവിടുത്തെ വികസന കാര്യത്തിനൊക്കെ ഞാൻ മുമ്പിലില്ലെങ്കിലും ഇവിടുത്തെ ചെറുപ്പക്കാരായ ആൾക്കാർ വളരെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പങ്കെടുത്ത് ഞങ്ങളിതെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എനിക്ക് കൂടുതൽ വിശദീകരിച്ച് പറയാൻ അറിയത്തില്ല. ഇത് എത്രയും വേഗം ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഈ ഓടുന്ന ബസ്സിൽ തന്നെയാണെങ്കിൽ ചപ്പാരപ്പുഴ തളിപ്പുറം പോകുന്ന സ്കൂൾ കുട്ടികളടക്കം ഓടുന്ന ഒരു റൂട്ടാണിത്. ഇപ്പോൾ പൊടിപടലം അടിച്ചിട്ട് എല്ലാവർക്കും ശ്വാസം മുട്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. വീട് സൈഡാണെങ്കിലും അതുപോലെ തന്നെ കരാറെടുത്തിട്ട് ഇവർ ഒന്നുകിൽ KSEB അവർ പരാതി കുറ്റം പറയും, ഇല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അവർ കുറ്റം പറയും. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യം ചെയ്യുന്നില്ല. കഴിഞ്ഞ മഴക്കാലത്ത് വാഹനങ്ങൾ തുഴഞ്ഞിട്ടാണ് ഓരോരുത്തർ നടക്കുന്നത്. അതുപോലെ കുഴമ്പ് പരുവത്തിൽ റോഡായി കിടക്കുമായിരുന്നു. മഴ കഴിഞ്ഞു പൊടിയായി. അതുപോലെ തന്നെ ഇവിടെയുള്ള ചില ഭാഗങ്ങൾ ഇവർ മാന്തി ഇട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് മാന്തിയെന്ന് അവർക്ക് പോലും അറിയില്ല. എന്നിട്ട് അവിടെ കുറേ GSP കൾ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് കല്ല് തെറിച്ചിട്ട് അപകടം. റോഡ് നന്നായി കഴിഞ്ഞാൽ ഈ നാട് നന്നാകും. പക്ഷേ വളരെ കാലങ്ങളായിട്ട് ഇതിങ്ങനെ ആർക്കും വേണ്ടാത്ത രീതിയിൽ കിടക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ അലംഭാവം ഇതിൽ ഉണ്ടായിട്ടുണ്ട്. MLA നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെയാണ്. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചത്. അത് ശരിയായ തരത്തിൽ കൊണ്ടുപോകേണ്ടതാരാണ്? ഉദ്യോഗസ്ഥരാണ്. അതിനാണല്ലോ ശമ്പളം തന്നിട്ട് നിങ്ങൾ നിർത്തിയിരിക്കുന്നത്, നാട്ടുകാരല്ലല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. ഈ പാവപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കരുതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തേ നിങ്ങൾ ഇത്ര വൈകിയതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പൊടി കാരണം സ്വന്തം വീടുകളിൽ പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് റോഡുകളിൽ സൈഡുകളിൽ കടന്നു പോകുന്ന വഴിക്ക് വാഹനങ്ങൾ വരുമ്പോൾ മിറ്റിൽ തെറിച്ച് കാലിൻ്റെ അസ്ഥി പൊട്ടിയതും, അതുപോലെ പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോയ രോഗികൾക്ക് ആശുപത്രി പോലും ചെല്ലാൻ പറ്റാത്ത അവസ്ഥ വരെയൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. നാളെ വരും, വെറുതെ എന്തിനാണ് ഒരു പ്രശ്നത്തിന് നിൽക്കുന്നത്? എല്ലാം ശരിയാകും എന്നൊക്കെ കരുതിയിട്ട് നിന്നതാണ്. അവസാനം വേറെ നിൽക്കക്കളിയില്ല. ഇവിടുന്ന് പാട്ടുപെട്ടി മടക്കി സ്ഥലം വിട്ടപ്പോൾ ഇനി എപ്പോൾ അവർ വരുമെന്ന് ഇവർക്കാർക്കും അറിയില്ല. ഇവരുടെ യാത്ര വളരെ ദുരിതത്തിലാണ് സാറേ. എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം. ഏതാണ്ട് ബോർഡ് വെച്ചതിന് അപ്പുറത്തേക്ക് തേർത്തല്ലി മേരിഗിരി പള്ളിയുടെ ഒരു ഭാഗമുണ്ട്. 600 മീറ്റർ അവിടെ കിടക്കുകയാണ്. ഈ 600 മീറ്റർ ആര് ചെയ്യും? ഇത് കേരളത്തിലാണല്ലോ നമ്മുടെ അല്ലേ? കേരളത്തിലല്ലേ ഇത്? അതിർത്തി കേരളത്തിന്റെ തന്നെയല്ലേ? കണ്ണൂർ ജില്ലയിലല്ലേ? അതെ, കണ്ണൂർ ജില്ലയിലാണ് സാറേ. കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലെ അതിർത്തി അവിടെ 600 മീറ്റർ ബാക്കി കിടക്കുകയാണ്. അത് തൊട്ടിട്ടില്ല. ഇങ്ങനെ നാട്ടുകാരെ പൊടി തിന്ന് രോഗികളാക്കി മാറ്റരുത്. നാട്ടുകാരെ കബളിപ്പിക്കരുത് അല്ലേ? അതെ, കബളിപ്പിക്കരുത്.
നാട്ടുകാരെ കബളിപ്പിക്കരുത്. അതിനൊരു തീരുമാനം ഉണ്ടാകണം. തീരുമാനം ഉണ്ടാകണം. ഇതാ ഈ കാണുന്ന ജനമെല്ലാം നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവരുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണ്. ഇവർ പ്രതിഷേധിക്കാൻ ഇവിടെ വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്തും ചെയ്യണം നമുക്ക് ഒറ്റക്കെട്ടായിട്ട്, അല്ലേ? ഇങ്ങനെയുള്ള ഈ വയോധികൻ 80 വയസ്സുള്ള ആളുകൾ പ്രതികരിക്കുന്നത് കണ്ടോ? പ്രതികരിക്കണം സാറേ, പ്രതികരിക്കും. പ്രതികരണശേഷിയുള്ള ഒരു യുവതലമുറ വളർന്നു വരുന്നുണ്ട്. അതിനോടൊപ്പം ഇവരൊക്കെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. അവരുടെ അധ്വാനത്തിന്റെ ഫലമായി ഇതെല്ലാം ഇങ്ങനെ അത് തന്നെയാണ്.